സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ചാനലിൽ സാറുമായിട്ട് നമ്മളൊരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ നമ്മൾ തിരുച്ചെന്തൂർ മുരുകൻ്റെ കാര്യം ഇങ്ങനെ നമ്മൾ പറഞ്ഞുപോയി. നമ്മൾ മുരുകഭക്തിയുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയമൊക്കെ സംസാരിച്ചത്. സാർ, തിരുച്ചെന്തൂർ അത് നമ്മൾ അന്ന് സംസാരിച്ചത് തിരുച്ചെന്തൂരിൽ വിജയ് പോയതിനെക്കുറിച്ചാണ്. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പോയതും വിജയ് പിന്നീട് മുഖ്യമന്ത്രി ആയതും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെ തിരുച്ചെന്തൂർ ഒരു സത്യമുള്ള ഭക്തനെ ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് മുരുകൻ, ശ്രീ മുരുകൻ അങ്ങനെ ആണ് എന്ന് സാറിൻ്റെ തന്നെ ചില അനുഭവങ്ങളും പറഞ്ഞു. സാർ, ഇപ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നു കർണാടകത്തിൽ, അദ്ദേഹവും പോയിരുന്നു തിരുച്ചെന്തൂർ മുരുകനെ കാണാൻ. സാർ, തിരുച്ചെന്തൂരുമായി ഉള്ള ഒരു കുറച്ച് അനുഭവങ്ങൾ താങ്കൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ഈ സംസാരത്തിൽ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങളുമായി ലിങ്ക് ചെയ്തുകൊണ്ടൊന്ന് സംസാരിക്കണം. ഞാൻ ആദ്യമായിട്ട് മുരുകസ്വാമിയെ മനസ്സുകൊണ്ടൊന്ന് നമിച്ച ശേഷമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3-4 ദിവസം മുമ്പ് ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രദേശം ഓർക്കുന്നുണ്ടാവും. ഞാൻ രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച സമയത്ത് ഞാൻ അയ്യപ്പദാസോട് പറഞ്ഞിരുന്നു, എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവത്തെ കുറിച്ച്. ഒരാൾ എന്നോട് ഇറങ്ങി വന്ന് ഒരു പൂജാരിയുടെ വേഷത്തിലുള്ള ആള് വന്നിട്ട് പറഞ്ഞു 500 രൂപ തരാമെങ്കിൽ ഞങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോയി ദർശനം നടത്തി ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പ്രായമായ അമ്മ വന്നിച്ച് പറഞ്ഞത് വേണ്ട, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് കയറാം, ഇവരെ പിന്നെ തട്ടിപ്പുകാരാണ്, പിന്നെ നിങ്ങളെ അതിനുള്ള സൗകര്യമൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങളത് പോയില്ല, ഞങ്ങൾ തന്നെ ക്യൂ നിന്നിട്ടാണ് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. അമ്മ പറഞ്ഞത് ശരിയുമായിരുന്നു. പക്ഷെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തില് ഇത്തരത്തിലുള്ള കൈക്കൂലിയും ഏർപ്പാടുകളും നടക്കുന്നു. അത് അവിടുത്തെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവിടുത്തെ ചില സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്നാണ് നടത്തുന്നത്. വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് 2-3 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അയ്യപ്പദാസിനോട് പറഞ്ഞത്. പക്ഷെ അത് സത്യമാണെന്ന് ഇന്നലെ തെളിഞ്ഞില്ലേ അയ്യപ്പദാസ്? കഴിഞ്ഞ ദിവസം തെളിഞ്ഞില്ലേ? എന്താണ്? തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി S. രമേശ് അവിടെ ദർശനത്തിന് S. രമേശ് ദർശനത്തിന് ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ ഒരാൾ ഇറങ്ങി വരുന്നു. ഒരു പക്ഷെങ്കിൽ എന്നെ അന്ന് നേരിട്ട പോലത്തെ ഒരാളായിരിക്കാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പൂജാരിയാണെന്ന് തോന്നും. 2-3 സെക്യൂരിറ്റിക്കാരനൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, മന്ത്രിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് ദർശനം സാധിച്ചു തരാം, 4000 രൂപ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പരിശോധന ഇറങ്ങിയ ഇവരെ പിടിക്കാൻ ഇറങ്ങിയാണല്ലോ. അദ്ദേഹം പറഞ്ഞു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ പോയി. സെക്യൂരിറ്റിക്കാർ അകപ്പടിയോടുകൂടി ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാന്റെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് റൂട്ടിൽ കൂടെ ഒക്കെ എവിടെയൊക്കെ ആണെന്ന് ഇവർക്കൊക്കെ അറിയാമല്ലോ. ഊടുവഴികൾ, നമ്മൾ സാധാരണക്കാരെ നിൽക്കുന്ന അല്ലാത്ത വഴികളൊക്കെ അറിയാമായിരിക്കാം. അവിടെ കൊണ്ടുപോയി ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ തിരുമേനി, അവിടുത്തെ പ്രധാന പൂജാരി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു 4000 രൂപയാണ് ഇത്രയും അടുത്ത് നിന്ന് ചാർജ്. അപ്പൊ മന്ത്രി ബുദ്ധിമാനായിരുന്നു. മന്ത്രി പറഞ്ഞു, എന്റെ ക്യാഷ് ആയിട്ട് ഇപ്പൊ തരാനില്ല, അത് സാരമില്ല, GPay ചെയ്താലും മതി. ആലോചിച്ചോണം, കൈക്കൂലി GPay ചെയ്താലും മതി എന്ന് പറഞ്ഞു. ശരി, തന്നേക്കാമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റിക്കാരോടൊപ്പം അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്താണ് തലമുണ്ടനം ചെയ്യുന്നിടത്ത് ഇതുപോലെ തന്നെ വ്യാപാര തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴും തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം അവസാനം ദേവസ്വം റൂമിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എന്നുള്ള രീതിയിൽ വന്ന ശേഷമാണ് മാസ്ക് മാറ്റിയപ്പോഴാണ് ഇവന്മാരൊക്കെ അറിയുന്നത് മന്ത്രിയായിരുന്നു ഇത് പരിശോധനയ്ക്ക് വന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് വലിയ ഭീകരമായ രംഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് വീഴുന്നു, നിലവിളിക്കുന്നു, നെഞ്ചത്തടിക്കുന്നു, സാർ പിന്നെ അബദ്ധം പറ്റി, സാറ് പിന്നെ നമ്മൾ പറയുന്നില്ല മാപ്പാക്കണം എന്നുള്ള തമിഴില് അല്ലെ, മന്നിപ്പോ എന്തൊരു വാക്ക് പറയുക തമിഴ് എന്ന് പറഞ്ഞതുപോലെ ഭയങ്കരമായ രംഗങ്ങളാണ്. പൂജാരി ഓടി വന്നു. പൂജാരി ഇത് അറിഞ്ഞു, വിവരം അറിഞ്ഞു ഓടി വന്നേച്ച് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നു. വലിയ പ്രശ്നങ്ങളായി. പക്ഷെ മന്ത്രി അതിനകത്ത് എന്തോ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മള് 2-3 ദിവസം ഒരാഴ്ചയായില്ല. സാറിന്റെ ഒരു ഇൻസിഡന്റ് കൂടെ അതുകൂടെ പറയണം സാർ. അതുകൂടെ സാർ പറയണം. അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ല, താങ്കൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ അനുഭവമായിരുന്നു. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഇത് ഞാൻ അന്ന് ഒരു 3-4 വർഷം മുമ്പ് ഇത് സംഭവിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം വ്യാപകമായിട്ട് നടക്കുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഞാനത് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. പക്ഷെ എനിക്ക് തന്നെ അനുഭവമായിട്ട് വന്നു. ഒരാഴ്ചക്കകം തന്നെ മുരുകസ്വാമി നമ്മുടെ മുമ്പിൽ അത് കാണിക്കുന്നത് പോലെ അത് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് വലിയൊരു സന്തോഷകരമായിട്ട് തോന്നിയ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ സാർ, നമ്മൾ തിരുച്ചെന്തൂരിന്റെ കാര്യം നമുക്ക് ഒന്നുകൂടെ ഇവിടെ പറയണം സാർ.
അയ്യപ്പദാസ് പറഞ്ഞില്ലേ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2-3 ദിവസം മുമ്പാണ് അദ്ദേഹം അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അതെ അതെ ഒരുപക്ഷെ അതെ 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 പ്രാർത്ഥിച്ചെന്താണെന്ന് നമുക്ക് പറയാണ്ട്, ഭഗവാനെ അല്ലെങ്കിൽ എന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാക്കാമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്തെങ്കിലും ഒരു അതേ ഒരു തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും. പിന്നെ ഒരു അല്ല, നമ്മളൊന്നും ഒരിക്കലും പറഞ്ഞു കാണും. ഒരു സാധാരണക്കാരായ ആരും തന്നെ ഒരിക്കലും തമിഴ്നാട്ടുകാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിന് സ്വയം വിജയ് പോലും കരുതിയിട്ടുണ്ടാവില്ല താൻ മുഖ്യമന്ത്രിയാകുമെന്ന്. ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിശക്തമായ 2 മുന്നണി നിൽക്കുകയാണ്. സ്റ്റാലിനെ പോലെ അതിശക്തനായ ഒരു കരുത്തൻ ഒരു ഭാഗത്ത്, എടപ്പാടി പളനിസ്വാമി പോലെ അതിശക്തത മറ്റൊരു സ്ഥലത്ത്, പിന്നെ BJP അപ്പുറത്തെ സഖ്യത്തിനകത്തുണ്ട്. അപ്പൊ അതിനിടയിലെ സ്റ്റാർ വാല്യൂ കൊണ്ട് മാത്രമാണല്ലോ ഇതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാവുന്നതേ ഉള്ളൂ TVK എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു വലിയ അനുഗ്രഹം തേടി അവിടെ ചെല്ലുകയായിരുന്നു. അത് സംഭവിച്ചു. 3 ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. അതേപോലെ തന്നെ DK ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രി വലിയ ഭക്തനാണ്. അദ്ദേഹം നിയമസഭയിൽ പണ്ട് ഗണഗീതം വരെ ചൊല്ലിയിട്ടുണ്ട്. RSS ഗണഗീതം വരെ ചൊല്ലിയിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. നമസ്തേ സദാ വത്സരി എന്നുള്ളത്. വളരെ തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹം അടുത്ത സമയത്ത് പോയിരുന്നു. അടുത്ത സമയത്ത് അവിടെ ചെന്നിരുന്നു. അവിടെയും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും. അദ്ദേഹം മാനസികമായിട്ട് വലിയ വ്യഥയിലായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും, പക്ഷേ സിദ്ധരാമയ്യ അത് സമ്മതിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ഒന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 2.5 വർഷം എന്നുള്ളത് 3 വർഷം കാത്തിരുന്ന അദ്ദേഹം. പക്ഷെ അവിടെ ചെന്ന പ്രാർത്ഥന, ഒരു യാഗം, അവിടെ ഒരു ചെറിയ പൂജയൊക്കെ അദ്ദേഹം അവിടെ നടത്തിയെന്നാ പറഞ്ഞു. എന്തായാലും ചുരുക്കത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രിയാകുകയാണ് അല്ലേ. 3-ാം തീയതി കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു തർക്കവും ഇല്ലാതെ DK ശിവകുമാറും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്, നമ്മൾ വിശ്വസിച്ച് വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. അങ്ങനെയാണ് അറുപടൈ വീടിന്റെ നമ്മൾ പറഞ്ഞ ഏത് കൊടുങ്കാറ്റിനെയും, തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിച്ചതാണ് അല്ലെ പഴയ ചരിത്രങ്ങള്. അത്തരത്തിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സുരുകി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇത് തന്നെയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചും പിന്നെ പ്രത്യേകതയെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളില് പിന്നീട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് പിന്നെ മുരുകസ്വാമിയുടെ തിരുത്തണി ക്ഷേത്രമുണ്ട്. തിരുത്തണി നമ്മളിത് പറഞ്ഞിട്ടില്ല ഇതുവരെ ഈ വന്ന കാര്യത്തില്. അവിടെ ഞാൻ കണ്ട ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കണമെന്നുണ്ട്. തിരുത്തണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ നീണ്ട ഒരു 85-90 കിലോമീറ്റർ ആന്ധ്ര ബോർഡറിലേക്ക് പോവാണ്. തിരുപ്പതിക്കൊക്കെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ തിരുത്തണി ക്ഷേത്രമുള്ളത്. അതായത് 365 പടികളാണ്. 365 പടികൾ കയറി, അതായത് 365 ദിവസങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കാം. പടികൾ കയറി വേണം കുന്നിന്മുള്ള ക്ഷേത്രത്തിലെത്തുന്നതിന്. ഇവിടെയാണ് മുരുകസ്വാമി ജനിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ശരവണപ്പൊയ്ക ഇവിടെയുണ്ട്. പക്ഷെ പഴനിയിലും ഉണ്ട് എന്നാണ് പറയുന്നത്. പഴനിയിലെ അത് കിണറിന്റെ രൂപത്തിലാണ്. ഇവിടെ വലിയൊരു കുളമാണ്. കുളത്തിന്റെ ഇതിലാണ്. അവിടെയാണ് ശരവണപ്പൊയ്കയുള്ളത്. നമ്മള് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ പത്മതീർത്ഥം എന്ന് പറഞ്ഞതുപോലെ, പക്ഷെ പത്മതീർത്ഥം ഇവിടെ കെട്ടി വളരെ സംരക്ഷിച്ചിട്ട് ഇപ്പൊ വളരെ ശുദ്ധ ഇതിലാണ് കിടക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ വെച്ചാൽ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ വലിയ ജനവാസമായി. ഈ ക്ഷേത്രക്കുളത്തിന്റെ ചുറ്റുവട്ടത്തേക്കൊക്കെ ഇറങ്ങി വരുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് സാധനങ്ങള് ഇപ്പൊ നമ്മുടെ പാർവതി പുത്തനാറും ആമയിഴഞ്ചാൻ തോടിന്റെ ഒക്കെ അവസ്ഥയുണ്ടല്ലോ. ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് വെള്ളം ചേർന്നെന്ന് പറയാൻ ഇതിന്റെ കാരണം അതിനുണ്ട് ശുദ്ധീകരിച്ചിട്ടില്ല. ഉള്ള പഴയ പ്ലാസ്റ്റിക് കുപ്പി എല്ലാം വലിച്ചെറിഞ്ഞ്. പക്ഷേ വളരെ പവിത്രമാണ് കേട്ടോ, വളരെ പവിത്രമാണ്. ധാരാളം ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ അവിടെ ഇറങ്ങിയിരുന്നു. ശരവണപ്പൊയ്കയിലെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ പറഞ്ഞില്ലേ 6 പിന്നെ താമരപ്പൂവില് ഭഗവാന്റെ ശിവന്റെ ശ്രീ പരമേശ്വരന്റെ മുഖത്ത് നിന്ന് വിടർന്ന് വന്നതാണല്ലോ. നമുക്കറിയാവുന്നതുപോലെ പാർവതി ദേവിയുടെ മുഖത്ത് നിന്ന് വന്ന ചൈതന്യങ്ങളെ താമരപ്പൂവിൽ നിക്ഷേപിച്ചിട്ടാണല്ലോ മുരുകഭവാൻ ഉണ്ടാകുന്ന എന്ന് പറയുന്ന ആ ജന്മം അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുത്തണി. പിന്നെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മയിലല്ല വാഹനമായിട്ടുള്ളത്. പിന്നെ അത് അറിയാമല്ലോ, അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നുണ്ട് ഇതില്ല. വ്യത്യാസമുണ്ട്. പക്ഷെ ആനയാണ് അവിടെ വാഹനം. മറ്റേ മയിൽ വാഹനവും പൂവൻകോഴിയും വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം മറ്റേ സൂര്യനെ സംഗ്രഹിക്കുന്ന സമയത്ത് സൂര്യൻ വലിയൊരു വടവൃക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ ജന്മാവതാരം എന്ന് പറഞ്ഞാൽ സൂര്യസംഹാരവും ഉണ്ടായിരുന്നു അതിനകത്തില്. അപ്പൊ അങ്ങനെ സൂര്യനെ സംഹരിക്കുന്ന സമയത്ത് വടവൃക്ഷമായിട്ട് തന്റെ മുമ്പിൽ വളർന്നു വന്ന ഇതിനെ അദ്ദേഹം വേലുകൊണ്ട് അതിനെ 2ആയിട്ട് പിളർന്ന സമയത്തിലാണ് ഒരു ഭാഗം ഈ പറഞ്ഞതുപോലെ മയിലായിട്ട് മാറുന്നത്, മറ്റേത് പൂവൻകോഴിയുടെ ഇതിലേക്കും വരുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ വാഹനം. മയിൽ വാഹനം അങ്ങനെയാണ് വരുന്നത്. കൊടിയടയാളമായിട്ടാണ് പൂവൻകോഴി വരുന്നത്. പക്ഷെ ഇവിടെ നേരെ വ്യത്യാസമാണ്.
ഏതായാലും സാർ നമുക്ക് അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ സാറിന് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് തുടർന്നും സംസാരിക്കണം. ഏതായാലും ഇതിലേക്ക് നമ്മൾക്ക് പോയി തന്നെ ഈ സംസാരം അവസാനിപ്പിക്കാം. തിരുച്ചെന്തൂർ മുരുകൻ എത്രത്തോളം ശക്തനാണ് എന്നുള്ളതാണ് നമുക്ക് ഈ നമ്മൾ പറഞ്ഞ 2 രാഷ്ട്രീയ നേതാക്കളുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്കത് ആ സത്യം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അല്ലേ സാർ? അതുകൂടെ പറഞ്ഞുകൊണ്ട് സാർ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സാറ് തന്നെ പറയും. തീർച്ചയായിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി അധികാരത്തിന് മുമ്പ് എത്തുന്നതിന് മുമ്പ് വളരെ പൂജിച്ചു. അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടായി. കർണാടക മുഖ്യമന്ത്രിക്ക് തിരിച്ചു കിട്ടണേ, മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു കിട്ടണമെന്നല്ല, എനിക്ക് അധികാരത്തിൽ വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടായി. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ അന്ന് അനുഭവിച്ചത് ഞാൻ അയ്യപ്പദാസനോട് 4 ദിവസം ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി. എന്റെ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ മനസ്സുകൊണ്ട് ഞാൻ നമിച്ചതിന്റെ കാര്യം അതുമാണ്. വളരെ പെട്ടെന്ന് അല്ലെ അവിടുത്തെ ഒരു കൈക്കൂലിയെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായി. അത് വലിയ സന്തോഷമാണ്. എന്നെ പോലുള്ള ആളുകൾക്ക് അത് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് തുടർന്നും ഇത്തരത്തിൽ ഭഗവാന്റെ ശക്തിയെ, ശ്രീ മുരുകന്റെ ശക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സാറിന്റെ ബോധ്യവും മറ്റു അറിവുകളും നമുക്ക് തുടർന്നും സംസാരിക്കാനിരിക്കാം. നന്ദി. താങ്ക് യു സാർ.